ഭഗവാനെ ഭജിക്കുന്ന ജീവാത്മാക്കളെയോ ഭഗവാനെ ഭജിക്കുന്നവരോട് ഭഗവാന് പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ഭഗവാന്റെ നാമം ജപിക്കുന്നവർ, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നവർ, ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള സേവനം ചെയ്യുന്നവർ, അവരൊക്കെ ഭഗവാനോട് കൂടുതൽ അടുത്തിട്ടുള്ളവരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അവരുടെ കൂടെ തന്നെ ഭഗവാൻ എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം ഭഗവാൻ വ്യക്തമാക്കി. പിന്നെ ഭക്തിയിലേക്ക് വന്നതിന് ശേഷം ആരെങ്കിലും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മുൻകാലത്ത് എന്ത് തന്നെ തെറ്റ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിലും ഭക്തിയിലേക്ക് പ്രവേശിക്കാം, അതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ള കാര്യം ഈ 30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വിവസിതോ ഹി സഹ. ശ്ലോകം നമുക്ക് വായിക്കാം. ശ്ലോകം വിവർത്തനം വായിച്ച ഒരു സംശയം. ഇന്നലെ ഒരു പറഞ്ഞു ആനുകൂല്യേന സങ്കല്പം, ബാക്കി ആനുകൂല്യേന സങ്കല്പം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ആനുകൂല്യേന സങ്കല്പം പ്രാതികൂലേന വർജനം. പ്രാതികൂലേന വർജനം അതായത് ഭഗവാന്റെ സേവനത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക, പ്രതികൂലമായിട്ടുള്ളത് നമ്മൾ ഉപേക്ഷിക്കുക. അങ്ങനെ ഭക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ശ്ലോകം വായിക്കാം. 30-ാമത്തെ ശ്ലോകം വിവർത്തനം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിച്ചോട്ടെ. മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത അധ്യായം 9 ശ്ലോകം 30. അഭിചേത് സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. സുദുരാചാര അഭി, ഏറ്റവും വലിയ ദുരാചാരി പോലും, മാം എന്നെ അനന്യഭാഗ് വ്യതിചലിക്കാതെ വേറൊന്നും ചിന്തിക്കാതെ, ഭജതേച്ചേത് ഭജിക്കുന്നുവെങ്കിൽ, സ അവൻ, സാധു ഏവ സാധു ശ്രേഷ്ഠൻ ആണെന്ന് തന്നെ, മന്തവ്യ വിചാരിക്കപ്പെടേണ്ടതാണ്, ഹി എന്തെന്നാൽ, സ അവൻ, സമ്യക് വഴി പോലെ, വ്യവസിതനാണ് ദൃഢനിശ്ചയമുള്ളവനാണ്. ഒരാൾ അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. സുദുരാചാര എന്ന വാക്ക് അർത്ഥഗർഭമാണിവിടെ. അത് വേണ്ടുന്ന വിധത്തിൽ തന്നെ മനസ്സിലാക്കണം. ബദ്ധനായ ജീവാത്മാവിന്റെ പ്രവർത്തനം 2 വിധത്തിലാണ്. ഒന്ന് ബദ്ധാവസ്ഥ സഹജം, മറ്റേത് മൗലികം. ദേഹരക്ഷയ്ക്കും സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങൾ അനുസരിക്കുന്നതിനുമായി ഏതു ഭക്തനും ബദ്ധജീവിതത്തോടനുബന്ധിച്ച് സ്വജീവിതത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. അവയെ ബദ്ധാവസ്ഥ സഹജങ്ങളെന്ന് പറയുന്നു. ഇവയ്ക്ക് പുറമെ തന്റെ ആധ്യാത്മിക പ്രകൃതിയെപ്പറ്റി പൂർണ്ണബോധമുള്ള കൃഷ്ണാവബോധസ്ഥനായ അഥവാ ഭക്തിയുത ഭഗവത് സേവന നിരതനായ ഒരു ജീവന് ആധ്യാത്മികങ്ങളായ പ്രവൃത്തികളുമുണ്ട്. ഇവ തന്റെ സ്വരൂപാവസ്ഥയിൽ ചെയ്യുന്നവയാണ്. ഭക്തിപൂർവമുള്ള സേവനമെന്ന് ഇതിനെ പറയുന്നു. ബദ്ധാവസ്ഥയിൽ ചിലപ്പോൾ ഈ സേവന കർമ്മവും ശരീര സംബന്ധിയും ബദ്ധാവസ്ഥാജന്യവുമായ പ്രവൃത്തിയും സമാന്തര രേഖകൾ പോലെ ഒത്തുനീങ്ങാറുണ്ട്. മറ്റു ചിലപ്പോഴൊക്കെ ഇവ ഒന്നിനൊന്ന് വിപരീതമായും വരാം. ഒരു ഭക്തൻ തന്റെ സമഗ്രാവസ്ഥയ്ക്ക് തകരാറ് വരുത്താവുന്നതൊന്നും ചെയ്യാതിരിക്കാൻ ആവുന്നത്ര ശ്രദ്ധിക്കുക പതിവാണ്. തന്റെ പ്രവൃത്തികളുടെ അന്യൂനത കൃഷ്ണാവബോധത്തിന്റെ ക്രമികമായ സാക്ഷാത്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അയാൾക്കറിയാം. എന്നിരിക്കലും ചിലപ്പോൾ കൃഷ്ണാവബോധസ്ഥനായ ഒരു മനുഷ്യൻ സാമൂഹ്യമായോ രാഷ്ട്രീയമായോ ഹീനമായി ഗണിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി ചെയ്തെന്ന് വരാം. ആ ക്ഷണികമായ പതനം അയാളെ അനർഹനാക്കി കളയില്ല. ഒരു വ്യക്തി പതിതനായി പോയാലും ഉള്ളൊഴിഞ്ഞ് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം ഹൃദയസ്ഥനായ ഭഗവാൻ അയാളെ വിശുദ്ധീകരിച്ച് മാപ്പ് കൊടുക്കുമെന്ന് ഭാഗവതം പറയുന്നു. പൂർണ്ണമായി ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു യോഗിയെ പോലും ബാധിച്ചേക്കാവുന്ന വിധം കരുത്തുറ്റതാണ് ഭൗതികതയുടെ മാലിന്യം. എന്നാൽ സന്ദർഭവശാൽ സംഭവിക്കുന്ന അത്തരമൊരു വീഴ്ചയെയും ഉടനെ തന്നെ പരിഹരിക്കാൻ കഴിവുണ്ട് കൃഷ്ണാവബോധത്തിന്.
ഭക്തിയുത സേവന പ്രക്രിയയ്ക്ക് ഒരിക്കലും പരാജയമില്ല. ആദർശ മാർഗത്തിൽ നിന്ന് ഇങ്ങനെ നൈമിഷികമായ ഒരു പതനം വല്ലപ്പോഴും ഉണ്ടായതിന് ഒരു ഭക്തനെ ആരും നിന്ദിക്കരുത്. അടുത്ത പദ്യത്തിൽ പ്രസ്താവിക്കുന്നത് പോലെ കൃഷ്ണാവബോധത്തിന്റെ പാരമ്യത്തിൽ ക്രമേണ ഇത്തരം വീഴ്ചകൾ ഇല്ലാതാകും. അതുകൊണ്ട് കൃഷ്ണാവബോധസ്ഥനായി സ്ഥിരനിശ്ചയത്തോടെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം അനുഷ്ഠിച്ചു പോരുന്ന ഒരാളെ സന്ദർഭവശാൽ ഒരിക്കൽ അടിതെറ്റിയാൽ പോലും ആധ്യാത്മികമായി ഉത്കൃഷ്ടമായ നിലയിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് തന്നെ കരുതണം. സാധുരേവ സാധു തന്നെ എന്ന പദത്തിലാണ് ഇവിടെ ഊന്നൽ. യാദൃച്ഛികമായ ഒരു മാർഗഭ്രംശം പറ്റിപ്പോയെന്ന് വെച്ച് ഭക്തൻ അപഹസിക്കപ്പെട്ടുകൂടാ എന്ന് ഭക്തന്മാരല്ലാത്തവർക്ക് ഒരു താക്കീത് നൽകലാണ് ഈ പദം ചെയ്യുന്നത്. പതിതനെങ്കിലും അയാളെ സാധുവെന്ന് തന്നെ കരുതണം. മന്ദവ്യ എന്ന വാക്ക് കൂടുതൽ ശ്രദ്ധേയമാണ്. ഈ നിയമം അനുസരിക്കാതെ യാദൃച്ഛിക പതനത്തിൽ ഒരാൾ ഭക്തനെ നിന്ദിക്കുന്നുവെങ്കിൽ അയാൾ സർവേശ്വരന്റെ ആജ്ഞകളെ അനാദരിക്കുന്നു എന്നർത്ഥം. ഭക്തന്റെ മുഖ്യ ലക്ഷണം ഒന്ന് മാത്രം, ഇടവിടാതെ അചഞ്ചലമായി ഭഗവത് സേവനത്തിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടേയിരിക്കൽ. നരസിംഹ പുരാണം പ്രസ്താവിക്കുന്നു, ഭഗവതീച്ച ഹരാവനന്യചേത വൃഷമലിനോവി വിരാജതേ മനുഷ്യഃ നഹി ശശകലുഷച്ഛവി കദാചിത് തിമിരപരാഭവ താമുചൈതി ചന്ദ്രഃ. ഭക്തിപൂർവം സദാ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ ചില ഹീനകൃത്യങ്ങൾ ചെയ്തു പോയാലും അവയെ ചന്ദ്രനിൽ കാണാവുന്ന കളങ്കം പോലെ മാത്രമേ കരുതേണ്ടതുള്ളൂ. അവ ചന്ദ്രപ്രകാശത്തിന്റെ പ്രസരണത്തിന് തടസ്സമാകാറില്ലല്ലോ. അങ്ങനെ തന്നെ സാധുജനോചിതമായ മാർഗത്തിൽ നിന്ന് തെല്ലൊന്നു കാൽതെറ്റിപ്പോയെന്നു വെച്ച് ഭക്തൻ നിന്ദാർഹനല്ല. മറിച്ച് ഭഗവത് സേവനത്തിൽ നിരതനായ ഒരാൾക്ക് ഏത് ഹീനകൃത്യവും ചെയ്യാമെന്ന് ആരും തെറ്റിദ്ധരിക്കുകയും അരുത്. ഭൗതിക ബന്ധങ്ങളുടെ താങ്ങാനാവാത്ത സമ്മർദ്ദത്താൽ സംഭവിക്കാവുന്ന യാദൃച്ഛികമായ ഒരു മാർഗഭ്രംശത്തെയാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. ഭക്തിഭരിതമായ ഭഗവത് സേവനം എന്നത് ഒരു വിധത്തിൽ മായാശക്തിയോടുള്ള സമരപ്രഖ്യാപനമത്രേ. ആ സമരത്തിന് ആവശ്യമായ കരുത്തില്ലാത്ത കാലത്തോളം ഇങ്ങനെ ചില യാദൃച്ഛിക വീഴ്ചകൾ സംഭവിക്കാം. വേണ്ടുന്ന കരുത്താർജിച്ചു കഴിഞ്ഞാലാകട്ടെ മുമ്പ് പ്രഖ്യാപിച്ചതുപോലെ പതന സാധ്യതയില്ല താനും. ഈ ശ്ലോകത്തെ മുൻനിർത്തിക്കൊണ്ട് ആരും ഹീനകൃത്യങ്ങൾ തുടരുകയോ എന്നിട്ടും താൻ ഭക്തനാണെന്ന് അഭിമാനിക്കുകയോ ചെയ്തുകൂടാ. ഭഗവത് സേവനം കൊണ്ട് സ്വഭാവോത്കർഷം വളർത്തിയെടുക്കാൻ സാധിക്കാത്ത ഒരാൾ ഉന്നത ഭക്തനല്ല എന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു യമുന മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ ഭക്തന്മാർക്കുള്ള പ്രത്യേക ഒരു ഇളവിനെ കുറിച്ചാണ് പറയുന്നത്. ഭക്തന്മാർക്ക് ഭഗവാൻ പ്രത്യേക കൺസിഡറേഷൻ, ഇളവുകൾ, പരിഗണന ഭഗവാൻ കൊടുക്കുന്നുണ്ട് എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് എല്ലാവരോടും ഞാൻ തുല്യമായിട്ട് പെരുമാറും, സമൂഹം സർവഭൂതേഷു. അത് ഭക്തന്മാരല്ലാത്ത ജീവാത്മാക്കളെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അവരോടെല്ലാവരോടും ഭഗവാന് തുല്യതയാണുള്ളത്. അവർക്കെല്ലാവർക്കും ഭക്തിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരവും ഭഗവാൻ നൽകുന്നുണ്ട്. പക്ഷെ ഭക്തനായി കഴിഞ്ഞാൽ, ഭഗവാന്റെ സേവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭഗവാന്റെ നേരിട്ടുള്ള സേവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ അവരെ പ്രത്യേകം പരിഗണിക്കും. അവര് പിന്നെ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് ഭഗവാൻ വിട്ടുകൊടുക്കുന്നില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അഭിചേത് സുദുരാചാരോ, ഒരു വലിയ ദുരാചാരിയായിട്ടുള്ള വ്യക്തി, ഭജതേ മാം അനന്യപ, ഭഗവാനെ സേവിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ, അങ്ങനെ ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെയും നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? സാധുരേവ സമന്തവ്യ. ആ വ്യക്തിയെയും ഒരു സാധുവായിട്ട് അല്ലെങ്കിൽ ഭക്തനായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. സമ്യക് വ്യവസ്ഥിതോത്സ. കാരണം എന്താണ്? ആ വ്യക്തി ചെയ്യേണ്ട കർമ്മമാണ് ചെയ്യുന്നത്. ഒരു ഭക്തിയിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ല, ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു ജീവാത്മാവ് ഈ ഭക്തിയുടെ മാർഗത്തിൽ എത്തിച്ചേരുന്നത്. ബ്രഹ്മാണ്ടേ ഭ്രമിതേ ഭാഗ്യവാൻ ജീവൻ.
ബ്രഹ്മാണ്ടത്തിൽ ഒരുപാട് ജന്മങ്ങൾ, കോടിക്കണക്കിന് ജന്മങ്ങൾ അങ്ങനെ സഞ്ചരിച്ചതിന് ശേഷമാണ് ഒരു വ്യക്തിക്ക്, ഒരു ജീവാത്മാവിന് ഗുരുകൃഷ്ണ പ്രസാദേ, ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരു ഗുരുവിനെ സന്ധിക്കാൻ സാധിക്കുന്നതും, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ സാധിക്കുന്നതും, ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അങ്ങനെ ആ ഭക്തി മാർഗം ആ വ്യക്തി സ്വീകരിച്ചു. അതാണ് ശരി എന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മളെ ചിലപ്പോൾ പുറകോട്ട് വലിക്കും. കാരണം നമ്മൾ ഇപ്പോഴും ഭൗതിക ശരീരത്തിനകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഭൗതിക ശരീരത്തിന്റെ ആവശ്യവും ചിലപ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കും. ഭക്തി എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ആവശ്യമാണ്. രണ്ട് ആവശ്യങ്ങൾ ഒരേ സമയം നമ്മുടെ മുന്നിലുണ്ട്. ഭൗതിക ശരീരത്തിന്റെ ആവശ്യമുണ്ട്, ആത്മാവിന്റെ ആവശ്യമുണ്ട്, ജീവാത്മാവിന്റെ ആവശ്യങ്ങളുമുണ്ട്. ജീവാത്മാവിന്റെ ആവശ്യമാണ് ഭക്തി. പക്ഷെ നമ്മൾ ഭൗതിക ശരീരത്തിന് അകത്തായതുകൊണ്ട് ഭൗതിക ശരീരവും നമ്മളോട് പല വിധത്തിലുള്ള ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ചില സമയത്ത് ഭൗതിക ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമയത്ത് അത് ചിലപ്പോൾ ഭക്തിക്ക് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അല്ല, അപ്പൊ അങ്ങനെ വലിയൊരു കോൺട്രാഡിക്ഷൻ, വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആർക്ക്? ഭക്തന്മാർക്ക്, ഭക്തി ചെയ്യുന്നവർക്ക്. മറ്റുള്ളവരുടെ കാര്യം ഇവിടെ ഭഗവാൻ പറയുന്നില്ല. മറ്റുള്ളവരെല്ലാം സ്വന്തം റിസ്കിലാണ് ചെയ്യുന്നത്, സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് ചെയ്യുന്നത്. അവരൊരിക്കലും ഭഗവാനെ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ കർമ്മത്തിന്റെയും ഫലം അവർ തന്നെ അനുഭവിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലെ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നവർ. അത് സാധാരണ ഭക്തിയിലേക്ക് വരാത്ത ആളുകളും. പക്ഷെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അബദ്ധത്തിൽ ചിലപ്പോൾ ഈ ശരീരത്തിന്റെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ പോലും അതിനെ വലിയൊരു തെറ്റായിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. കാരണം ഒരു ചെറിയ കുട്ടി നടക്കാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം വീണുപോയി എന്ന് വരാം. പക്ഷെ എന്ന് വെച്ചാൽ ആ കുട്ടി ഒരിക്കലും ഇനി ഞാൻ നടക്കുന്നില്ല, ഞാൻ വീണു പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നടക്കാൻ പഠിക്കുന്നില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കുറെ പ്രാവശ്യം വീണു കഴിഞ്ഞാൽ പിന്നീട് അതിന് ആവശ്യമായിട്ടുള്ള ശക്തി കിട്ടുന്ന സമയത്ത് അതിന് തുടർച്ചയായിട്ട് നടക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾക്കും ഭക്തിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ആത്മീയ ശക്തി ലഭിച്ചുകൊണ്ടിരിക്കും. ഭക്തി തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് ആത്മീയ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആവശ്യത്തിന് ആത്മീയ ശക്തി നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളിൽ നമ്മൾ വീണു പോകുന്നില്ല. പക്ഷെ അതിന്റെ മുന്നേ ചിലപ്പം യാദൃശ്ചികമായിട്ട് വീണുപോയി എന്ന് വരാം. പക്ഷെ അതൊരു വലിയ വീഴ്ചയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ആ വ്യക്തിക്കുള്ളിൽ വലിയ പശ്ചാത്താപം ഉണ്ടാകും. ഞാൻ ഭക്തി ചെയ്യുന്ന വ്യക്തിയാണ്, എന്നിട്ടും ഞാൻ മോശമായിട്ട് ചെയ്തു, പെരുമാറി എന്നുള്ള ആ ഒരു പശ്ചാത്താപം, ഭഗവാനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ദോഷങ്ങളൊക്കെ ഇല്ലാതായിട്ട് മാറും. പുറമെ തെറ്റ് ചെയ്താൽ പോലും ഉള്ളിൽ ആ വ്യക്തി ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പാപമൊക്കെ ഇല്ലാതായിട്ട് മാറും. കാരണം ഭക്തിക്ക് അത്രയും വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഒരു ഭക്തൻ അബദ്ധത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അതിന് വേറെ പ്രായശ്ചിത്തങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേദങ്ങളിൽ ഒരുപാട് പ്രായശ്ചിത്ത കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പഞ്ചയജ്ഞങ്ങൾ പോലെയുള്ള വ്യത്യസ്ത യജ്ഞങ്ങളൊക്കെ പ്രായശ്ചിത്ത കർമ്മങ്ങളാണ്. പക്ഷെ ഒരു ഭക്തൻ ഭക്തി നിരന്തരം ചെയ്യുന്ന ഒരു വ്യക്തി, ഭഗവാന്റെ നാമജപം, ഭഗവാനെ കുറിച്ച് നിരന്തരമായിട്ടുള്ള ശ്രവണം, അതേപോലെ ഭഗവാന്റെ മറ്റ് സേവനങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, നിരന്തരമായിട്ട് ചെയ്യുന്ന വ്യക്തി പ്രായശ്ചിത്തമായിട്ട് എന്തു തന്നെ ചെയ്താൽ മതി, ആ ഭക്തി തുടർന്നാൽ മാത്രം മതി. ഭക്തിയിലെ സേവനങ്ങൾ തുടർന്നാൽ മാത്രം മതി. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് എനിക്കിത് യോജിക്കുന്നതല്ല, ഞാൻ ഭക്തിയിൽ തുടരാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭക്തിയിലെ ഒന്നും ഉപേക്ഷിച്ചു പോകേണ്ട യാതൊരു ആവശ്യമില്ല. വീണ്ടും ആ കാര്യങ്ങൾ തന്നെ തുടർന്നാൽ മാത്രം മതി, നമ്മൾ ശുദ്ധരായിക്കോളും. ഭക്തിക്ക് അത്രയും ശക്തിയുണ്ട്. ഭക്തനെ ഭഗവാൻ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഭക്തന് ഭയപ്പെടാനില്ല. നമ്മെ ഭക്ത പ്രണശ്യതി എന്ന് പറയും. പക്ഷെ അതിന്റെ മറ്റൊരു വശം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശ്രീലപ്രഭാതര ഭാവാർത്ഥത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഒരു കാര്യം ഭഗവാൻ പറഞ്ഞു എന്ന് വെച്ച് എല്ലാ തെറ്റുകളും അറിഞ്ഞുകൊണ്ട് തുടരുന്ന ഒരു വ്യക്തി ഒരിക്കലും ഉയർന്ന തരത്തിലുള്ള ഒരു ഭക്തനല്ല. ഭക്തൻ യഥാർത്ഥത്തിൽ ഉയരാൻ തന്നെ ശ്രമിക്കണം. ഉയർന്ന സ്വഭാവങ്ങൾ, ഭക്തിക്ക് ആവശ്യമായിട്ടുള്ള ഉയർന്ന സ്വഭാവ സവിശേഷതകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിക്കുന്ന വിധത്തിലേക്ക് തന്നെ നമ്മൾ ഉയരണം. അല്ല, യമനിയമങ്ങള്, ഇന്ദ്രിയ നിയന്ത്രണം, അതേപോലെ ആവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കുക, അവീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്തിക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഭക്തനാണ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അവർക്കൊരിക്കലും ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കുകയുമില്ല. ഇവിടെ ഭഗവാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, ഭക്തിയിൽ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, അങ്ങനെ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ മനസ്സിന്റെയും ശരീരത്തിന്റെയും നിർബന്ധങ്ങൾക്ക് വഴങ്ങി ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ, ഭക്തിക്ക് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് പോയാൽ, അബദ്ധത്തിൽ ചെയ്തു പോയാലും നമ്മളെ മറ്റ് പ്രായശ്ചിത്തങ്ങളൊന്നും അതിനുവേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്തി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നിർത്തുകയും വേണ്ട. കാരണം ഭക്തി തുടരുന്നതിലൂടെയാണ് നമ്മൾക്ക് ശുദ്ധീകരണം ഉണ്ടാകുന്നത്. ഭക്തി നിർത്തിക്കഴിഞ്ഞാൽ, ഭക്തി സേവനങ്ങൾ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയ നിന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് പുരോഗമിക്കാൻ സാധിക്കാതെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ യാദൃച്ഛികമായിട്ടുള്ള വീഴ്ചകളെ ആ ഭക്തനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വലിയ ഒരു കാര്യമായിട്ട്, വലിയൊരു വീഴ്ചയായിട്ട് എടുക്കരുത് എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഒരു ഭക്തൻ എന്തെങ്കിലും അബദ്ധം പറ്റി എന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മളത് എല്ലാവരോടും പറഞ്ഞു പരത്തി അത് വലിയൊരു ഇഷ്യൂയാക്കി മാറ്റരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ, ഭഗവാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സാധുരേവസ മന്തവ്യ അപിചേത് സുദുരാചാരം ഭജതേ മാം അനന്യപാക്. ഭഗവാൻ എന്താണ് നോക്കുന്നത്? ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഭഗവാൻ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നോക്കുന്നുണ്ട്. അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചാൽ പോലും ആ ഭക്തനെ കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത് എന്നാണ് ഇവിടെ പറയുന്നത്. സാധുരേവസ മന്തവ്യ, ആ വ്യക്തിയെ ഭക്തനായിട്ട് തന്നെ തുടർന്നും കണക്കാക്കണം എന്ന് ഭഗവാൻ ഇവിടെ നിർദ്ദേശം നൽകുകയാണ്. പക്ഷെ ഭക്തന്മാർക്കുള്ള നിർദ്ദേശം ശീലപ്രഭാതരും നൽകുന്നുണ്ട്. തെറ്റുകൾ തുടർന്ന് ചെയ്തുകൊണ്ട് നമ്മൾ ഭക്തിയിൽ തുടരാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുകയില്ല. അല്ല, അതൊരു അപരാധമായിട്ട് മാറും. നമ്മൾ നാമജപത്തിന്റെ അപരാധം പറയുന്നുണ്ട്. ഞാൻ നാമം ജപിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ എന്ത് പാപം ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ദോഷങ്ങളൊന്നും എന്നെ ബാധിക്കില്ല. ഞാൻ എന്ത് ചെയ്യും? നാമം ജപിച്ച ആ പാപത്തിനൊക്കെ ഇല്ലാതാക്കും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ പാപമാണ് എന്ന് പറയും. അപ്പൊ പിന്നെ നാമജപത്തിന്റെ എഫക്റ്റ് ഉണ്ടാവുകയില്ല. നാമജപം പാപനിർമാർജനത്തിന് വേണ്ടിയുള്ളതാണ്. ഞാൻ തെറ്റ് ചെയ്തുകൊണ്ട് നാമം ജപിക്കും എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഭക്തിയിൽ പുരോഗമിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായി പറ്റുന്ന വീഴ്ചകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് ശീലപ്രഭാതരൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഭഗവാൻ നോക്കുന്നത് എന്താണ്? ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ആത്മാർത്ഥതയാണ്. നമ്മൾ സിൻസിയർ ആയിട്ട് തന്നെയാണോ പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള തെറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി, അതിനെ നിർവീര്യമാക്കാൻ വേണ്ടി, ആ ഭൗതിക പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, പാപം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ ഈ വ്യക്തി ഭക്തി ചെയ്യുന്നത്? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭഗവാന്റെ സേവനത്തിൽ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ഭഗവാൻ നോക്കുന്നത്. അങ്ങനെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഭക്തനാണെങ്കിൽ അവനെ ഏത് താഴ്ചയിൽ നിന്നും ഭഗവാൻ ഉയർത്തി കൊണ്ടുവരും. ഭഗവാന്റെ പ്രത്യേക സംരക്ഷണം ആ ഭക്തന് ഉണ്ടാകും. പിന്നീട് തെറ്റുകളിൽ വീഴാതെ ആ ഭക്തനെ ഭഗവാൻ സംരക്ഷിക്കുകയും ചെയ്യും. ഇത് ഭക്തിയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റ് യോഗങ്ങൾക്കൊന്നും ഈ ഒരു
ഭഗവാന്റെ സപ്പോർട്ട് നമ്മൾക്ക് ലഭിക്കില്ല. അല്ലെ? ജ്ഞാനയോഗം, കർമ്മയോഗം, ധ്യാനയോഗം എന്ന് തുടങ്ങി മറ്റ് ഒരുപാട് യോഗങ്ങളുണ്ട്. അതിലൊന്നും ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാത്തത് കൊണ്ട് ഭഗവാന്റെ ആ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഭക്തിയോഗത്തിൽ നമ്മൾക്ക് ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണമുണ്ട്. അവിടെ വീണുപോയി കഴിഞ്ഞാലും ഭഗവാൻ തന്നെ എടുത്ത് നമ്മളെ ഉയർത്തി കൊണ്ടുപോയി വന്നുകൊള്ളും. നമ്മൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. യെസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദമാക്കുന്നുണ്ട്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. കാരണം ഭക്തിയുത സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശുദ്ധീകരണ പ്രക്രിയയാണ്. നേരിട്ട് ഭഗവാനെ സേവിക്കുന്നതാണ്. നേരിട്ട് ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും പവിത്രനായിട്ടുള്ള വ്യക്തിയാണ്, ശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ശുദ്ധീകരണം നടക്കും, നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണം നടക്കും. നാമം ജപിക്കുമ്പോൾ നമ്മൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ? മുൻകാലങ്ങളിൽ നമ്മുടെ മനസ്സ് എങ്ങനെയായിരുന്നു? നാമം ജപിക്കുന്നതിന്റെ മുന്നേ നമ്മുടെ മനസ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ആഗ്രഹിച്ചിരുന്നത്, എന്തൊക്കെ പിടിവാശികളാണ് ആ മനസ്സിനുണ്ടായിരുന്നത്, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നാമജപത്തിന്റെ ശക്തി കൊണ്ട് ആ മനസ്സ് തന്നെ ഭക്തിക്ക് കൂടുതൽ അനുകൂലമായിട്ട് വരും. അതിന്റെ അർത്ഥം മനസ്സിന് ശുദ്ധീകരണം ഉണ്ടാകുന്നുണ്ട് എന്നാണ്. ഭഗവാന്റെ സേവനത്തിന് താല്പര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മനസ്സിന് ശുദ്ധീകരണം ഉണ്ടായിട്ടുണ്ട്. ശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ടല്ലാതെ നമ്മൾക്ക് ഒരിക്കലും ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കില്ല. ആ ഭക്തി സേവനത്തിന്റെ പ്രത്യേകതയാണ് അതിന് വലിയ ശുദ്ധീകരണമുണ്ട് എന്നുള്ളത്. ആ ഒരു ശുദ്ധീകരണ ശക്തിയെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 31ാമത്തെ ശ്ലോകത്തിൽ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അപ്പൊ ഭക്തന്മാർക്ക് ആശ്വാസം നൽകുന്ന വലിയൊരു ഉപദേശമാണ് ഇവിടെ ഭഗവാൻ നൽകുന്നത്. അതാണ്, ഭഗവാന്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല, താഴോട്ട് പോകുന്നില്ല. ഭഗവാൻ ഏതു വിധത്തിലും ആ ഭക്തനെ സംരക്ഷിച്ച് ഉയർത്തിക്കൊണ്ടുവരും. ഭക്തനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചുമതല ആര് തന്നെ ഏറ്റെടുക്കും? ഭഗവാൻ തന്നെ ഏറ്റെടുക്കും. അത് ഭക്തന്മാർക്ക് വലിയൊരു ആശ്വാസമാണ്. ആ ശ്ലോകം നമ്മൾക്ക് വായിക്കാം. ശ്ലോകം വിവർത്തനം നമുക്ക് വായിക്കാം. അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. യെസ്, അംബിക മധുജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. വിവർത്തനം. അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ചു പ്രഖ്യാപിക്കൂ. ഭാവാർത്ഥം. ചിലരെങ്കിലും ഈ പ്രസ്താവന തെറ്റിദ്ധരിക്കാനിടയുണ്ട്. 7ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെട്ട ഒരാൾക്ക് ഭക്തനാവാൻ കഴിയില്ലെന്ന്. ഭക്തിയില്ലാത്തവരിൽ നല്ല ഗുണങ്ങളൊന്നും കാണുകയില്ല. അപ്പോൾ ഹീനകൃത്യങ്ങൾ കരുതിക്കൂട്ടിയോ അല്ലാതെയോ ചെയ്യുന്ന ഒരാൾ എങ്ങനെ ഒരു ശുദ്ധ ഭക്തനാവും? ഈ ചോദ്യത്തിൽ ന്യായമുണ്ട്. 7ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിധത്തിൽ ദുഷ്കർമ്മികൾ ഭഗവത് സേവനത്തിന് ഒരിക്കലും മുതിരുകയില്ല. അവർക്ക് നല്ല ഗുണങ്ങൾ ഒന്നുമില്ലെന്ന് ശ്രീമദ് ഭാഗവതവും പറയുന്നു. സാധാരണയായി 9 വിധം സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്തന്റെ ഹൃദയത്തിലെ ഭൗതിക കൽമഷങ്ങൾ ക്രമേണ നീങ്ങിപ്പോകുന്നുണ്ട്. ഭക്തൻ സ്വഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിലെ പാപമാലിന്യങ്ങളെല്ലാം സ്വാഭാവികമായി തേഞ്ഞു മാഞ്ഞു പോകും. നിരന്തരമായ ഭഗവത് ധ്യാനം ആ ഭക്തനെ പരിശുദ്ധനാക്കുന്നു. ഉത്കൃഷ്ട നിലയിൽ നിന്ന് പതനം സംഭവിച്ചു പോയാൽ വീണ്ടും വിശുദ്ധി നേടുന്നതിന് ചില പ്രായശ്ചിത്ത പ്രക്രിയകൾ വേദങ്ങളിൽ വിധിച്ചിട്ടുണ്ട്. അത്തരം അനുഷ്ഠാനങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമില്ല. നിരന്തരമായ ഭഗവത് സ്മരണ കൊണ്ട് ഭക്തന്റെ ഹൃദയത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടന്നു പോരുകയാണല്ലോ. അതുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരി എന്ന മന്ത്രോച്ചാരണം നിലയ്ക്കാതെ തുടർന്നു ചെയ്താൽ മാത്രം മതിയാവും. യാദൃശ്ചികങ്ങളായ വീഴ്ചകളിൽ നിന്ന് അത് ഭക്തനെ രക്ഷിക്കും. അങ്ങനെ ഭൗതിക മാലിന്യങ്ങൾ അയാളെ ഒരിക്കലും ബാധിക്കാതാവുകയും ചെയ്യും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു അംബിക മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഭക്തന്റെ വീഴ്ചകളെ
വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദീകരണമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ നൽകുന്നത്. ഭഗവാൻ പറയുന്നു, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി. ഭഗവാന്റെ ഭക്തി തുടർന്നു പോന്നാൽ തന്നെ എന്ത് സംഭവിക്കും? ക്ഷിപ്രം ഭവതി ധർമാത്മാ. വലിയ പാപങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി ശുദ്ധാത്മാവായിട്ട് മാറും. കാരണം ഭഗവാന്റെ ഭക്തി അത്രയ്ക്കും ശക്തിയുള്ളതാണ്, ശുദ്ധീകരണ ശക്തിയുള്ളതാണ്, അല്ലെ? സൂര്യന്റെ ഒരു ഉദാഹരണം പറയാറുണ്ട്. സൂര്യന് എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും ജലത്തിനെ ബാഷ്പീകരിച്ചെടുത്ത് ശുദ്ധീകരിക്കാൻ സാധിക്കും. അത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലമായിട്ട് മാറും. അല്ലെ, നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലം മഴയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണെന്ന് നമുക്കറിയാം, ശുദ്ധജലമായിട്ടുള്ളത്. അത് എവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്? അത് എല്ലാ മാലിന്യങ്ങളിൽ നിന്നുള്ള വെള്ളമുണ്ട്. പക്ഷെ അത് സൂര്യന്റെ ശക്തി കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന സമയത്ത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമായിട്ടും ശുദ്ധമായിട്ടുള്ള ജലമായിട്ടും മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ എത്ര വലിയ പാപങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഭഗവാന്റെ സേവന കർമ്മങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയും ഏറ്റവും ശുദ്ധനായിട്ടുള്ള വ്യക്തിയായിട്ട് മാറും എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഭക്തിക്ക് അത്രയ്ക്കും ശക്തിയുണ്ട്. അങ്ങനെ ഭക്തി ചെയ്യുന്ന വ്യക്തി മറ്റ് പരിഹാര കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഭക്തി സേവനം തുടർന്നാൽ തന്നെ ആ വ്യക്തി ശുദ്ധനായിട്ടുള്ള വ്യക്തിയായിട്ട് മാറിക്കോളും എന്ന് പറയുന്നു. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് പുരാണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെ? രത്നാകരന്റെ കഥ ഒരു ഉദാഹരണമാണ്. വാൽമീകി മഹർഷി, രത്നാകരൻ ഭഗവാന്റെ നാമജപം കൊണ്ട് തന്നെ വാൽമീകി മഹർഷിയായിട്ട് മാറി, അല്ലെ? ആദ്യം രത്നാകരന് രാമ എന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആ നാമത്തിന്റെ ശക്തി കൊണ്ട് ആ രത്നാകരൻ പിന്നീട് പറയുന്നതൊക്കെ ശ്ലോകമായിട്ട് മാറി, അല്ല, അദ്ദേഹം പറയുന്നതൊക്കെ ശ്ലോകമായിട്ട് മാറി. അദ്ദേഹം ആദ്യത്തെ കാവ്യമായിട്ടുള്ള രാമായണം രചിച്ചു. അത് എന്തിന്റെ ശക്തി കൊണ്ടാണ്? ആ ഭക്തി സേവനത്തിന്റെ ശക്തിയാണ്. ഭഗവാന്റെ നാമജപത്തിന്റെ ശുദ്ധീകരണ ശക്തിയുടെ ഒരു ഉദാഹരണമാണ്. അതേപോലെ മൃഗാരി, നാരദമുനി ദീക്ഷ കൊടുത്തിട്ടുള്ള മറ്റൊരു നാരദമുനിയുടെ ഭക്തനാണ് മൃഗാരി. ആ മൃഗാരിയുടെ ഹോബി എന്തായിരുന്നു? മൃഗാരിയുടെ ഹോബി കാട്ടിലുള്ള ജീവികളൊക്കെ പിടിച്ച് പകുതി ജീവൻ പോകുന്നത് വരെ ഉപദ്രവിക്കുക എന്നുള്ളത്. അതിനെയൊക്കെ പകുതി കൊന്നിട്ടിടും. അങ്ങനെ ജീവന് വേണ്ടി പിടയുന്ന ആ ജീവികളെ കണ്ടുകൊണ്ടിരിക്കുക, അതിനെ കാണുക എന്നുള്ളതാണ് മൃഗാരിയുടെ ഒരു വിനോദം. അത് വലിയ പാപമാണ്, അല്ലെ? നാരദമുനി വന്ന് പറഞ്ഞു, ഇത് നീ ആ ജീവിയെ കൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് ആ പ്രാണന് വേണ്ടി എത്രത്തോളം പിടയുന്നോ അത്രത്തോളം അതിന്റെ ഒരുപാട് ഇരട്ടി നീയും അതുപോലെ അനുഭവിക്കേണ്ടി വരും. നീ ചെയ്യുന്നത് വലിയ പാപമാണ് എന്നുള്ള കാര്യം പറഞ്ഞു. നാരദമുനിയുടെ സംഘം കൊണ്ട്, ശുദ്ധഭക്തന്റെ സംഘം കൊണ്ട് ആ മൃഗാരിയിൽ പരിവർത്തനം ഉണ്ടാക്കാൻ നാരദമുനിക്ക് സാധിച്ചു. അങ്ങനെ മൃഗാരി ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി, ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ജപിച്ച് വലിയ ഒരു ശുദ്ധഭക്തനായിട്ട് മാറി. പിന്നീട് പർവ്വതമുനിയും നാരദമുനിയും ആ മൃഗാരിയെ കാണാൻ വരുന്ന സമയത്ത് മൃഗാരി അവരെ നമസ്കരിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ മൃഗാരി ഓടി വരുന്നില്ല. കാരണം വളരെ ശ്രദ്ധിച്ചിട്ടാണ് നടന്നു വരുന്നത്. കാരണം എന്താണ്? ആ നടന്നു വരുന്ന വഴിക്കിൽ ഒരുപാട് മറ്റു ജീവികളുണ്ടാവും, ഉറുമ്പ് പോലെയുള്ള ജീവികളൊക്കെ ഉണ്ടാവും. അതിനെ ചവിട്ടി അതിനെ ഉപദ്രവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ശ്രദ്ധാപൂർവം നടന്നു വരുന്നത്. അത്രയും വലിയ പരിവർത്തനം ആ മൃഗാരിയിലുണ്ടായി. അത് ഭക്തി സേവനത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയുടെ ഒരു ഉദാഹരണമാണ്. അത് നമ്മൾക്ക് പ്രത്യക്ഷത്തിലും നമ്മൾക്കും അനുഭവിക്കാൻ സാധിക്കും, ഇല്ല? നമ്മള് നാമജപത്തിലേക്ക് വരുന്നതിന്റെ മുന്നേ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും ഇപ്പോഴുള്ള അവസ്ഥയും നമ്മൾക്ക് തന്നെ പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടാൻ സാധിക്കും. അത്രയ്ക്കും ശുദ്ധീകരണ ശക്തി ആ നാമജപത്തിനുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ എല്ലാ സേവന കർമ്മത്തിനുമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അർജുനോട് പറയാണ്, അർജുന നീ പ്രഖ്യാപിക്കൂ,
എൻ്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ധൈര്യമായിട്ട് എല്ലാവർക്കും ഭക്തിയുത സേവനം ഏറ്റെടുക്കാം. അതിനെന്തെങ്കിലും ദോഷമുണ്ടാകും, തെറ്റിപ്പോയാൽ വലിയ ദോഷമാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഭഗവാന്റെ സേവനം ഏറ്റെടുക്കാതിരിക്കരുത്. ഇത് വലിയൊരു ചാൻസ് ആണ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഇത് പ്രഖ്യാപിക്കുന്നത്. നമ്മെ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന്മാർ ഒരിക്കലും നശിച്ചു പോകുന്നില്ല, അവർ താഴോട്ട് പോകുന്നില്ല എന്ന് പ്രഖ്യാപിക്കും. അങ്ങനെ എല്ലാവർക്കും ഭക്തി ചെയ്യാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ, ആ പ്രചോദനം എല്ലാവർക്കും നൽകും എന്നാണ് അർജുനനോട് പറയുന്നത്. അപ്പൊ എല്ലാവരും ഭക്തിയിലേക്ക് വരണം, ഭക്തി മാർഗത്തിലേക്ക് വരണം എന്നാണ് ഭഗവാന്റെ ആഗ്രഹം. അല്ലെ, മറ്റ് യോഗങ്ങളിൽ ഭഗവാന്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കാം? അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർ താഴോട്ട് വീഴാം. അതിന്റെ ഉത്തരവാദിത്വം പിന്നെ അവർക്ക് തന്നെയാണ്. ഭഗവാനെ ആശ്രയിക്കാത്തത് കൊണ്ട് അവർക്ക് ഉയർന്നു വരണമെങ്കിൽ അവരുടെ സ്വന്തം ശക്തി കൊണ്ട് തന്നെ ഉയർന്നു വരാൻ ശ്രമിക്കണം. പക്ഷെ ഭക്തിയോഗത്തിൽ നമ്മൾക്ക് എപ്പോഴും ഭഗവാന്റെ സപ്പോർട്ട് ഫീൽ ചെയ്യും. അല്ലെ, നമ്മളെ തെറ്റ് ചെയ്യാതിരിക്കാൻ ഉള്ളിൽ നിന്ന് ഭഗവാൻ വളരെ ശക്തമായിട്ട് നമ്മളെ പുറകോട്ട് വലിക്കുന്നതായിട്ട് നമ്മൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഒരു ജീവാത്മാവിന് സാധിക്കും. അങ്ങനെ ഒരു ശുദ്ധ ഭക്തനായിട്ട് ഒരു വ്യക്തിക്ക് മാറാൻ സാധിക്കും ഭഗവാന്റെ നിരന്തരമായിട്ടുള്ള ഭക്തി കൊണ്ട്. അത് ഈ ഭക്തിയോഗത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് ഭക്തിയോഗത്തിൽ ഒരിക്കലും നാശമില്ല. കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ട് എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. സ്വല്പമപ്യസ്യ ധർമ്മസ്യ പ്രായതേ മഹതോ ഭയ. ഭക്തിയുഗ സേവനത്തിന്റെ ഒരു ചെറിയ ഭാഗം തന്നെ ചെയ്താൽ തന്നെ നമ്മൾക്ക് വലിയ ഭയത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അജാമിളന്റെ കഥ നമ്മൾക്കറിയാം. അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടൊന്നുമല്ല നാരായണ എന്ന് വിളിച്ചിട്ടുള്ളത്. പക്ഷെ ഭഗവാന്റെ നാമമായതുകൊണ്ട് ഭഗവാനെ വിളിച്ചതായിട്ട് കണക്കാക്കി അജാമിളനെ യമദൂതന്മാരിൽ നിന്ന് രക്ഷിച്ചു. അപ്പം കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ വലിയ റിസൾട്ട് ഉണ്ട്. 6-ാം അധ്യായത്തിലും ഭഗവാൻ പറയുന്നുണ്ട്, അർജുനൻ ചോദിക്കുന്നുണ്ട്, ഭഗവാന്റെ സേവനം തുടക്കത്തിൽ ഏറ്റെടുത്തു, പക്ഷെ പിന്നീട് അത് നിർത്തേണ്ടി വന്നു. യോഗഭ്രഷ്ടന്മാരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കും. ഭക്തി സേവനമൊക്കെ ഏറ്റെടുത്തു, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നിർത്തിപ്പോയി. എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് രണ്ടും ഇല്ലാതാവില്ലേ? ഭക്തിയും കിട്ടിയില്ല, അതിന് ഭൗതികമായിട്ടുള്ള സമയം അവരുടെ നഷ്ടപ്പെട്ടു. അവർക്ക് രണ്ടിലും നിലനിൽപ്പില്ലാതായിട്ട് മാറില്ലേ എന്ന് അർജുനൻ ചോദിച്ച സമയത്ത് ഭഗവാൻ എന്താണ് പറഞ്ഞത്? നഹി കല്യാണകൃത്കശ്ചി ദുർഗതിയും പ്രാതഗച്ഛതി. ഭഗവാന്റെ ഈ ഭക്തിയുത സേവനം ഏറ്റെടുത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇത് ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യമാണ്. ഒരു ജീവാത്മാവിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യമാണ് ഭക്തി എന്ന് പറയും. അതിലേക്ക് വന്ന ഒരാൾക്ക് ഒരിക്കലും നാശമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ ഗ്യാരണ്ടി നമ്മൾക്ക് നൽകുന്നത്. ഇത് ഭഗവാന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടിയാണ്. നമ്മെ ഭക്ത പ്രണശ്യതി. അത് ഭക്തന്മാരെപ്പോഴും മനസ്സിൽ ഓർമ്മിച്ചു വെക്കണം. നമ്മൾക്ക് എന്തെങ്കിലും വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ പുറമേ ഉണ്ടെന്ന് തോന്നിയാൽ പോലും നമ്മൾക്ക് ഉള്ളിൽ ഭഗവാനിലുള്ള ആ വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലെ, ബലി മഹാരാജാവ് അങ്ങനെ വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. ബലി മഹാരാജാവിനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ പിടിച്ചു കെട്ടിയിട്ട് വരുണദേവൻ പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു, ഭഗവാനെ പൂർണ്ണമായിട്ടുള്ള ശരണം പ്രാപിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ ബലി മഹാരാജാവ് കീഴടക്കപ്പെട്ടപ്പോൾ ബലി മഹാരാജാവ് എന്താണ് ഉള്ളിൽ വിചാരിക്കുന്നത്? ഇങ്ങനെ ഭഗവാൻ ചെയ്യണമെങ്കിൽ ഇത് ഭഗവാന്റെ ഒരു പ്രത്യേക കാരുണ്യമാണ്. ഭഗവാന് എന്നോടൊരു പ്രത്യേക കാരുണ്യമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഭഗവാന്റെ കാരുണ്യം വരുന്നത് അങ്ങനെയാണ്. അല്ലാതെ ബലി മഹാരാജാവിന് അറിയാമല്ലോ. അപ്പൊ ഉള്ളുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭഗവാനിലുള്ള വിശ്വാസത്തിനെ കൈവെടിയരുത്. അത് അങ്ങനെ കൈവെടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് നമ്മെ ഭക്ത പ്രണശ്യതി. എന്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നുള്ള ഉറപ്പ് ഭഗവാനോടെ നൽകുന്നുണ്ട്. ഇത് ഭക്തന്മാർക്ക് വലിയൊരു ആശ്വാസമാണ്. അല്ലെ, എന്തെങ്കിലും മറ്റാരും സഹായിക്കാനില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും വിശ്വാസപൂർവം ആശ്രയിക്കാനുള്ള ഒരു വാക്കാണ്, ഭഗവാന്റെ വാക്കാണ് നമ്മെ ഭക്ത പ്രണശ്യതി എന്ന് പറയുന്നത്. എന്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നുള്ളൊരു വലിയ ഉറപ്പ് ഭഗവാനോടെ നൽകുകയാണ്. കൃഷ്ണ, ഈ 2 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക്
നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം.